ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. ഡൗ ജോൺസ് 133 പോയിൻറ്റും S&P 11 പോയിൻറ്റും നസ്ഡാക്ക് 101 പോയിൻറ്റും പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. യൂറോപ്യൻ മാർക്കറ്റ് മിക്സഡ് ട്രെൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ് നിഫ്റ്റി ഇന്നലെ അവധിയായിരുന്നു. നമുക്ക് ഇന്ത്യൻ മാർക്കറ്റും ഗിഫ് നിഫ്റ്റിയും ഇന്നലെ അവധിയായിരുന്നു. 1-ാം തീയതി ക്ലോസ് ചെയ്തിരിക്കുന്നതാണ് ചെറിയൊരു ഫ്ലാറ്റായിട്ട്. യൂറോപ്യൻ മാർക്കറ്റിനെയും US മാർക്കറ്റിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓപ്പണിംഗ് വരുന്നതെങ്കിൽ മിക്കവാറും ഒരു ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യത നിഫ്റ്റിയിലുണ്ട്. നമുക്ക് ഡേ ചാർട്ടിലോട്ട് പോവാം. കഴിഞ്ഞ ബുധനാഴ്ചത്തെ വ്യാഴാഴ്ച നമുക്ക് ലീവായിരുന്നു. ബുധനാഴ്ചത്തെ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിലാണ്. മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നതിന് ശേഷം ഒരു ഗ്യാപ്പ് ഡൗൺ തന്നതിന് ശേഷം മാർക്കറ്റ് വലിയതായിട്ട് ഒരു ക്യാൻഡിൽ കഴിഞ്ഞ 3 ദിവസത്തെ ഈ ഒരു 3 ദിവസത്തെ ക്യാൻഡിൽ വന്നിട്ടുള്ള സെല്ലിംഗ് പ്രഷർ 3 ദിവസത്തെ സെല്ലിംഗ് പ്രഷറും ഒറ്റയടിക്കാണ് ഒരൊറ്റ ക്യാൻഡിൽ കൊണ്ട് കവർ ചെയ്തിരിക്കുന്നത്. ഏകദേശം 9 ദിവസം കണ്ടിന്യൂ ആയിട്ട് സെല്ലിംഗ് പ്രഷർ വന്ന മാർക്കറ്റിലാണ് 10ാമത്തെ ദിവസം നമുക്ക് ഒരു സ്ട്രോങ് ഒരു റിവേഴ്സ് സിഗ്നൽ തന്നുകൊണ്ട് സ്ട്രോങ് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നിരിക്കുന്നത്. ലോവർ ടൈം ഫ്രെയിമിൽ നമ്മളൊന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അവിടെ പ്രൈസ് ആക്ഷൻ അനുസരിച്ച് നമുക്കൊരു ബെൻഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഒരു സ്ട്രോങ് സപ്പോർട്ടിലാണ് മാർക്കറ്റ് നിന്നത്. ഡേ ക്യാൻഡിലുള്ള ആ ഒരു സപ്പോർട്ട് ലെവലും അതുപോലെ തന്നെ ആ ഒരു സപ്പോർട്ടിൽ കഴിഞ്ഞ 3 ദിവസവും അവിടെ മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്തു. അപ്പോൾ മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്യുമ്പോഴും ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുന്നില്ലായിരുന്നു. ഫ്ലാറ്റിലാണ് മാർക്കറ്റ് 3 ദിവസവും കൺസോൾഡേറ്റ് ചെയ്തത്. അവിടെ നിന്നാണ് ലോവർ ടൈം ഫ്രെയിമിൽ ഹയ്യർ ഹൈയും ഹയ്യർ ലോയും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റിൽ ഒരു ബെൻഡ് വന്ന് മാർക്കറ്റ് ഒരു റിവേഴ്സ് സിഗ്നൽ തന്നിരിക്കുന്നത്. അപ്പം വരും ദിവസങ്ങളിൽ ലോവർ ടൈം ഫ്രെയിമിൽ തന്നെ ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് കയറി പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇന്നത്തെ ഡേ ക്യാൻഡിൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ ഡേ ക്യാൻഡിൽ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് അപ്പ് കിട്ടിയാൽ പോലും ചിലപ്പോൾ മാർക്കറ്റ് താഴോട്ട് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ചിലപ്പോൾ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അല്ല വലിയൊരു ഗ്യാപ്പ് അപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഇതുപോലെ തന്നെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തേക്കും. അപ്പം ഇന്നത്തെ ക്യാൻഡിൽ കൂടെ ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി മാർക്കറ്റ് ഹയ്യർ ടൈം ഫ്രെയിമിൽ നമുക്ക് നേരത്തെ സിഗ്നൽ തന്നിട്ടുള്ളതാണ്. ഹയ്യർ ടൈം ഫ്രെയിമിൽ നമുക്ക് ഒരു അപ് ട്രെൻഡാണ്. ഇതിന് മുകളിലൊരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുകളിൽ ഹയ്യർ ലോയും വന്നു. അടുത്ത് ഇതിൻ്റെ മുകളിൽ തന്നെ വീണ്ടും ഹയ്യർ ലോ വന്നിട്ടുണ്ട്. ഇത് ബ്രേക്ക് ചെയ്ത് ഞാൻ താഴോട്ട് പോയിരുന്നുവെങ്കിൽ നമുക്കതൊരു ഡൗൺ ട്രെൻഡാണെന്ന് പ്രതീക്ഷിക്കാമായിരുന്നു. പക്ഷേ മാർക്കറ്റിൽ ഹയ്യർ ലോ തന്നിട്ടാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം 24,600 ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. 24,600 ബ്രേക്ക് ആയാൽ വീണ്ടും വലിയൊരു ഫോളിലോട്ട് മാർക്കറ്റ് പോകും. പക്ഷേ മാർക്കറ്റ് ഓൾറെഡി സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇന്നത്തെ ക്യാൻഡിൽ ഒരു കണ്ടിന്യൂ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് വീണ്ടും കയറി പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് മുകളിൽ നിന്നൊരു റിജക്ഷൻ വരാൻ സാധ്യതയുള്ളൊരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ലോ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ഒരു റിജക്ഷൻ മുകളിലോട്ട് കയറി വരുന്ന സമയത്ത് വരും ദിവസങ്ങളിൽ ഒരു റിജക്ഷനുള്ള സാധ്യത വരാൻ അതായത് ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലായിരിക്കും. 25,026 25,133 ലെവലിലായിരിക്കും ഒരു റെസിസ്റ്റൻസ് വരാൻ സാധ്യതയുള്ളത്. ഇവിടെ നിന്ന് ചിലപ്പോൾ ഒരു സെല്ലിംഗ് പ്രഷർ വന്ന് മാർക്കറ്റിനെ ചിലപ്പോൾ അടുത്തൊരു ലോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാം. ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ റെസിസ്റ്റൻസ് ഫീൽ ചെയ്തില്ല, ഇത് സ്ട്രോങ് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിൽ പുതിയൊരു ഹൈ മിക്കവാറും വരും ദിവസങ്ങളിൽ തന്നെ ക്രിയേറ്റ് ചെയ്യും. ഇന്നത്തെ ക്യാൻഡിൽ ചിലപ്പോൾ ഇവിടെ ഒരു റിജക്ഷൻ 25,000 വരയ്ക്കും ചിലപ്പോൾ ഇന്ന് മാർക്കറ്റ് കയറി വരാൻ സാധ്യത വളരെ കൂടുതലാണ്. 25,000 വരയ്ക്കും വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന്
സെല്ലിംഗ് പ്രഷർ വരും. അപ്പോൾ അഥവാ ഇന്ന് നല്ലൊരു ബുള്ളിഷ് റാലി മാർക്കറ്റ് തരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവല് പ്രത്യേകം ശ്രദ്ധിക്കുക. 25,026, 25,133. നമുക്ക് ഇന്നത്തെ ലോവർ ടൈം ഫ്രെയിമിൽ ഇന്നത്തെ ലെവൽസിലോട്ട് പോവാം. ഓക്കെ, 730 താഴോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 24,600 വരയ്ക്കും ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. 24,600 അതായത് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ മാർക്കറ്റ് 730 ഒരു മേജർ സപ്പോർട്ട് ഏരിയ ആയിരിക്കും. താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. ഇത് 15 മിനിറ്റിൽ ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം താഴോട്ട് എൻട്രി, ലോങ് എൻട്രി ആണത്. 24,600 വരേക്കും മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. മുകളിലോട്ടുള്ള ലെവൽസ് 24 മെനഞ്ഞാത്ത ക്ലോസിങ് 24,870 24,870 മുകളിലോട്ട് 15 മിനിറ്റിൽ മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരു ഗ്യാപ്പ് അപ്പ് വന്നു കഴിഞ്ഞാലും ഇതിന് മുകളിലൊരു ഗ്യാപ്പ് അപ്പ് വന്നു കഴിഞ്ഞാൽ താഴോട്ട് 15 മിനിറ്റിൽ താഴോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മുകളിലോട്ട് എൻട്രി നോക്കാം. 24,870 സപ്പോർട്ടായിരിക്കും. 24,870 മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത് 920 24,920 മുകളിലോട്ടെല്ലാം ചെറിയ ചെറിയ റെസിസ്റ്റൻസ് ആണ്, അടുത്തടുത്താണ് റെസിസ്റ്റൻസ് വരുന്നത്. 920 കഴിഞ്ഞാൽ പിന്നെ വരുന്ന അടുത്ത റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 25,000 വരയ്ക്കും കയറി പോകാൻ സാധ്യതയുണ്ട്. 25,000 തൊട്ട് താഴെ ഓപ്പൺ ഇൻട്രസ്റ്റ് അനുസരിച്ച് ചിലപ്പം 10-20 പോയിൻറ്റിൻ്റെ താഴേക്ക് ചിലപ്പം റിജക്ഷൻ വരാൻ സാധ്യതയുണ്ട്. 920 എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 980, 990 തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ നോക്കണം. 920 ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 70 പോയിൻറ്റ് 60 പോയിൻറ്റ് വരയ്ക്കും. കാരണം 25,000 എന്ന് പറയുന്നത് സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരിക്കും. അവിടെ മിക്കവാറും ഓപ്പൺ ഇൻട്രസ്റ്റ് അനുസരിച്ച് തൊട്ട് താഴേക്ക് റിജക്ഷൻ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ഡേറ്റയിലോട്ട് പോകാം. ഇന്നത്തെ ഡേറ്റ സ്റ്റോക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബുധനാഴ്ച സ്റ്റോക്ക് ഏകദേശം 1,605 കോടിക്ക് FIS സെല്ല് ചെയ്തിട്ടുണ്ട്. DIS 2,916 കോടിക്ക് ബൈ ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻസ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് പൊസിഷൻസ് കോളും പുട്ടും സെല്ലിങ് തന്നെ, ഇത് ക്ലൈൻ്റ് ആണ്. FIS കോൾ ഓപ്ഷൻസ് ഏകദേശം 14,000 ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തിട്ടുണ്ട്. 2.81 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ ബൈയിങ് ആണ്. ഫ്യൂച്ചേഴ്സിലും വലിയ മാറ്റമില്ല. ഫ്യൂച്ചേഴ്സ് വീണ്ടും നല്ല സ്ട്രോങ് സെല്ലിങ്ങിലാണ് FIS കൊണ്ടുപോകുന്നത്. പ്രോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോ ബൈയിങ് ആണ്. പ്രോ 94,000 ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുട്ട് ഓപ്ഷൻ 37,000. ക്ലൈൻറ്റ് 3.44 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ സെല്ലിംഗ് ആണ്. മാർക്കറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിൽ വലിയൊരു ഗ്യാപ്പ് അപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും നിഫ്റ്റിയിലൊരു റാലി കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ചത്തെ ചാർട്ട് ഇതായിരുന്നു. ഇവിടെ ഒരു റിജക്ഷൻ ഏരിയ ആയിരുന്നതാണ്. കാരണം രാവിലെ 2 പ്രാവശ്യം ഇവിടെ ഒരു റിജക്ഷൻ വന്നിട്ടാണ് പിന്നെ സ്ട്രോങ് ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ട് മുകളിലോട്ടുണ്ടായിരുന്ന 2 ലെവൽസിലും മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. 24,779, 792 ഫസ്റ്റ് ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് വന്നിട്ട് 24,843, 24,860. ഇന്ന് വൈഡ് CPR ആണ് നിഫ്റ്റിയിലുള്ളത്. 24,736, 24,803 ഏകദേശം
70 പോയിൻ്റ് അടുപ്പിച്ചിട്ടുള്ള വൈഡ് CPR ആണ്. മാർക്കറ്റ് ഇതിന് താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇതൊരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ ആയിരിക്കും. 24,762, 24,782 എന്നുള്ളത്. ഇത് ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം താഴോട്ട് എൻട്രി എടുക്കുക. പക്ഷേ ഇതിന് താഴോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. താഴോട്ട് മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ, മാർക്കറ്റ് ഈ ഏരിയയിൽ എവിടെയെങ്കിലും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ നിന്നൊരു ഫോളിനുള്ള സാധ്യതയുണ്ട്. 914, 933 താഴെ ഒരു ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റ് CPRലോട്ട് വരാൻ സാധ്യതയുണ്ട്. ഏകദേശം 180 പോയിൻറ്റിൻ്റെ റേഞ്ചാണ്. അപ്പം ഇതിനിടയിൽ എൻട്രി എടുക്കുന്നവർ കൃത്യമായിട്ട് ബുധനാഴ്ചത്തെ ഈ ഹൈ ഏകദേശം 24,852 ടാർഗറ്റ് വയ്ക്കുക. ഫസ്റ്റ് ടാർഗറ്റ്, അതായത് 914, 933 താഴെ ഒരു ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത് 24,853 ആണ്. ചിലപ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. ഇത് ബ്രേക്കായാൽ മാത്രം, അതിനകത്ത് ഹൈ അല്ല ക്ലോസിങ് ബ്രേക്കായാൽ മാത്രം ചിലപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിന് വന്നിട്ട് ഇവിടെ നിന്ന് തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. ഇത് ബ്രേക്കായാൽ മാത്രം CPRലോട്ട് വരും. CPRലോട്ട് വന്നാലും 24,762, 24,782 സ്ട്രോങ് സപ്പോർട്ടായിരിക്കും. മുകളിലോട്ടുള്ള ലെവൽസ് എന്ന് പറയുന്നത് 24,972, 985, 50 പോയിൻറ്റിൻ്റെ ടാർഗറ്റൊക്കെയാണ് മുകളിലോട്ടുള്ളത്. അതായത് 24,914, 933 മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ 20,031, 20,045 വരയ്ക്കും കയറി പോകാൻ സാധ്യതയുണ്ട്. 24,985 ബ്രേക്കൗട്ട് ഇൻട്രാഡേ ലെവൽസിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,031, 45 വരയ്ക്കും മാർക്കറ്റ് കയറി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ബാക്കി ലെവൽസ് ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.